ഹലോ, എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ബ്ലൂ മൗണ്ടെയിനിലെ സെനിക് വേൾഡിലെ സ്കൈവേ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ മെട്രോയിലെ ഒരു ബോഗിയില്ലേ, അതേപോലെ ആയിരിക്കും. ഇതൊന്ന് ഫുള്ള് ചില്ലാണ്. നമുക്ക് താഴ്ഭാഗത്തൊക്കെ നമുക്ക് താഴോട്ടൊക്കെ കാണാൻ പറ്റും. ഫുള്ള് ചില്ലാണ്. ഇതിപ്പോൾ നമ്മുടെ ഗൈഡാണ്. ഗൈഡ് വന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ പ്രത്യേകതകളും എത്ര മീറ്റർ വരെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഇവിടെ വാട്ടർഫാൾസ് ഓരോന്നും നമുക്ക് നന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത് നമ്മൾ ഈ ഫോറസ്റ്റിന്റെ ഹൈറ്റിൽ നിന്ന് 270 മീറ്റർ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിങ്ങനെ കാണാൻ പറ്റും. ഇത് ഏകദേശം 90 കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. പക്ഷെ വളരെ വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ കാണുന്നതാണ് ഹാങ്ങിങ് റോക്സ്. ഇവിടെ കൂടുതലായിട്ടും യൂക്കാലിപ്സ് മരങ്ങളാണ് കാണപ്പെടുന്നത്. വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു കല്ലാണത്. ഈ ദൂരെ കാണുന്നതാണ് 3 സിസ്റ്റേഴ്സ്. ഇത് 3 പാറക്കൂട്ടങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണണം. അപ്പോൾ ഇവിടെ കൂടുതലും യൂക്കാലിപ്സ് എണ്ണകളിൽ നിന്നുള്ള മൂടൽമഞ്ഞ് കാരണമാണ് ഈ നീല കളർ കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇത് വളരെ ആഴത്തിലുള്ള മലയിടുക്കാണ്. ഇപ്പോൾ ഈ 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കേബിൾ വേയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ താഴ്വരയിലേക്ക് നമുക്ക് പോകാം. താഴ്വരയിലേക്ക് ആൾക്കാർക്ക് നടന്ന് പോയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് മറുവശത്ത് എത്തിയാൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ നടന്ന് നമുക്ക് താഴ്വരയിലെത്താം. അവിടുന്ന് വീണ്ടും തിരിച്ചു കയറാൻ പറ്റും. അപ്പോൾ ഇത് വളരെ മലകയറ്റത്തിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഈ കാണുന്നതാണ് കത്തുമ്പോ വാട്ടർഫാൾസ്. ഇപ്പോഴും പൊതുവെ ഒരു മൂടൽമഞ്ഞ് പോലെയാണ് കാണപ്പെടുക. നല്ല തെളിഞ്ഞിട്ട് ഇപ്പം നല്ല ഉച്ചനേരെ നല്ല വെയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്നത്. ഇപ്പം കുറച്ചുകൂടെ മഞ്ഞൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പോലും നല്ലൊരു കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മൂടൽമഞ്ഞ് പോലെ ആയിരിക്കും. ഇപ്പം ഇതുപോലെയുള്ള കുറേ മുനമ്പുകളൊക്കെ ഉണ്ടാവും. ആൾക്കാർക്ക് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് അടുത്തായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. അപ്പം നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പോയി നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും കാണുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പം നമ്മുടെ സ്കൈവേയിൽ നിന്ന് ഇറങ്ങി ഇപ്പം നടന്ന് താഴേക്ക് പോണ്. ഇതിൻ്റെ താഴ്വരയിലേക്ക് നടന്നു പോകുന്നു. ഇതാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ആ ഓപ്പോസിറ്റ് കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ നമുക്ക് നടന്നു പോകാനായിട്ട് കുറച്ച് വീതിയിൽ തന്നെ വഴിയുണ്ട്. 2 സൈഡിലും വേലിയൊക്കെ കെട്ടി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് നല്ല സേഫായിട്ട് നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും. മല കയറാൻ ഇഷ്ടമുള്ളവർക്കും അതുപോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ കാടും മലയൊക്കെ കണ്ട് നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരിക്കും ഇതെല്ലാം. നമ്മുടെ തിരിച്ചുള്ള യാത്രയാണ്. കുറച്ച് വെയിലിൻ്റെ ഇത് കാരണം വീഡിയോസൊന്നും അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ എത്തുക. ഇപ്പോൾ തട്ടുകളായിട്ട് ഇങ്ങനെ ഉണ്ട്. നമ്മളിപ്പോൾ വരണ ഏറ്റവും മുകളിലേക്കാണ്.
ഒന്ന് ഇറങ്ങുക. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ളത് ഡൈനോസർ വാലിയാണ്. ഇത് ഇതേപോലെ തന്നെ എൻ്റെ നാട്ടിലുണ്ട് കേട്ടോ. തെന്മല എന്ന് പറഞ്ഞ തെന്മല ഇക്കോ ടൂറിസം. അപ്പം എനിക്കത് കണ്ടിട്ടപ്പോൾ വലിയൊരു പുതുമയൊന്നും തോന്നില്ല. എന്ന് വെച്ചാൽ ഇതേപോലെ മരത്തിന് മുകളിലൂടെയുള്ള യാത്ര. അപ്പം ഇത് കാണുന്നവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്കൊക്കെ പറ്റുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ തെന്മല ഇക്കോ ടൂറിസം നിങ്ങൾക്കത് പറ്റുകയാണെങ്കിൽ പോയി കാണണം. അവിടെ കുറേ നിങ്ങൾക്ക് അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, അതേപോലെ ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ഒരിക്കൽ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ നിങ്ങൾ ടൂറിനൊക്കെ പോകാൻ ഒരു സ്ഥലമൊക്കെ അന്വേഷിക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെന്മല നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നമുക്കിപ്പം മുകളിലൊക്കെ ഇച്ചിരിയെങ്കിലും ചെറിയൊരു ചൂട് തോന്നും. ഇതിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു AC ഒക്കെ ഇട്ടിട്ട് അതിനകത്തൂടെ നടന്നു പോകുന്നൊരു അവസ്ഥയായിട്ട് AC റൂമിൽ ഇങ്ങനെ പോണിരിക്കുന്ന അവസ്ഥയാണ്. നല്ല തണവാണ്. ഇനി ഇതിനകത്ത് ദിനോസറിൻ്റെ കുറച്ച് കൾച്ചേഴ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. Opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines, sing me your tune. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല്. പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.